നമസ്കാരം. മതത്തിന്റെയും വിശ്വാസങ്ങളുടെയും ആചാരങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെയും ഒക്കെ പേരിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കങ്ങളും പോരടിയും ഒക്കെ തന്നെ ഇന്ന് നമ്മുടെ നാട്ടിൽ വളരെയധികം കൂടുതലാണ്. മുമ്പ് സമാധാനത്തോടുകൂടിയും ഒത്തൊരുമയോടുകൂടിയും സന്തോഷത്തോടുകൂടിയും ഒക്കെ കഴിഞ്ഞിരുന്ന ആൾക്കാരുടെ ഇടയിൽ ഇന്ന് വലിയൊരു വിള്ളൽ വീണുകൊണ്ടിരിക്കുകയാണ്. ആരുടെ മതമാണ് ഏറ്റവും വലുത്, ആരുടെ വിശ്വാസവും ആചാരങ്ങളുമാണ് ഏറ്റവും വലുത് എന്ന് വൽപ്പ ചെറുപ്പങ്ങളുടെ കണക്ക് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. തീർന്നിട്ടില്ല. ആരാധനാലയങ്ങളുടെ പേരിലും തർക്കവും വഴക്കും ഇന്ന് നമ്മുടെ നാട്ടിൽ സർവ്വസാധാരണയാണ്. അത്തരം സാഹചര്യത്തിൽ ഈ മതസൗഹാർദ്ദം എന്ന് പറയുന്ന വാക്കിനോട് പോലും പലർക്കും പുച്ഛമാണ്. പലരും വിചാരിച്ചേക്കുന്നത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്ക് കൂടി ഏറ്റവും വലുത് ആരാണ് എന്ന് തെളിയിച്ചു കഴിഞ്ഞാൽ എല്ലാം അങ്ങ് ആയെന്നാണ്. എന്നാൽ അത് നമ്മുടെ നാട്ടിലെ സമാധാനം ഇല്ലാതെയാക്കും, സന്തോഷം നശിപ്പിക്കുമെന്നൊന്നും ആർക്കും അറിയണ്ട. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിൽ മതസൗഹാർദ്ദത്തിന്റെ ഒരു നല്ല വാർത്ത കേട്ട് കഴിഞ്ഞാൽ എങ്ങനെയുണ്ടാകും? അങ്ങനെ ഒരു വാർത്ത ഞാൻ കാണിച്ചു തരാം. ഉത്സവങ്ങളും പെരുന്നാളും ഒക്കെ നമ്മുടെ നാട്ടിൽ മതസൗഹാർദ്ദത്തിന്റെ വേദി കൂടിയായി മാറുന്നത് പലപ്പോഴും നമ്മൾ കാണാറുണ്ട്. ഒരുപാട് സന്തോഷം ഉണ്ടാക്കുന്ന ഒരു സമയം കൂടിയാണത്. ക്ഷേത്രോത്സവത്തിനായി ഇതര മതസ്ഥരായ 8 വീട്ടുകാർ ചുറ്റുമതിൽ പൊളിച്ചു നൽകിയ സംഭവത്തിലൂടെയാണ് നമ്മുടെ നാടിന്റെ ഐക്യം വീണ്ടും ചർച്ചയാവുന്നത്. മലപ്പുറം തിരൂർ വളവന്നൂർ ക്ഷേത്രോത്സവത്തിനായി കർണാടകയിൽ നിന്ന് കൊണ്ടുവന്ന കൊടിമരത്തിന് വഴിയൊരുക്കാനാണ് മതിലുകൾ പൊളിച്ചു മാറ്റിയത്. തിരൂരിൽ നിന്ന് മുബഷിർ പി അക്ബർ പറയും അവിടുത്തെ മതിലുകളില്ലാത്ത മതസൗഹാർദ്ദത്തിന്റെ നല്ല കാഴ്ചയെക്കുറിച്ച്. ഞാനിപ്പോൾ നിൽക്കുന്നത് മലപ്പുറം ജില്ലയിലെ തിരൂർ കുറുക്കോൾക്കുന്ന് ഭാഗത്താണ്. ഇപ്പോൾ ഈ ഒരു വളവന്നൂർ ശിവക്ഷേത്ര പരിസരത്താണ് ഞാൻ നിൽക്കുന്നത്. എനിക്ക് പിൻഭാഗത്ത് കാണുന്ന കൊടിമരം പ്രേക്ഷകർ കാണുന്നുണ്ടാകും. ഈ ഒരു കൊടിമരം ഈ ക്ഷേത്രത്തിൽ സ്ഥാപിച്ചതിന് പിന്നിൽ വലിയൊരു മതസൗഹാർദ്ദത്തിൻ്റെ കഥയുണ്ട്. മതസൗഹാർദ്ദത്തിൻ്റെ ഇറ്റില്ലമായ മലപ്പുറത്തെ മറ്റൊരു വേറിട്ട ഇടപെടലാണ് ഇവിടെയുള്ള നാട്ടുകാർ ചേർന്ന് നടത്തിയിരിക്കുന്നത്. ഈ ഒരു അമ്പലത്തിൽ ഉത്സവം നടക്കാൻ പോവുകയാണ്. അതിൻ്റെ ഭാഗമായി കർണാടകയിൽ നിന്നുമാണ് ഈ ഒരു കൊടിമരം കൊണ്ടുവന്നിരുന്നത്. എന്നാൽ ഈ ഒരു കുറുക്കോൾ കുന്ന് ഭാഗത്തു നിന്നും ഈ ഒരു അമ്പല പരിസരത്തേക്ക് അത് എത്തിക്കുന്നതിൽ വലിയ പ്രയാസം അവർ നേരിടുന്നു. ലോറി പോലെയുള്ള വലിയ വാഹനങ്ങൾ കടന്നു വരാത്ത മേഖലയിൽ ഇവിടെ ഉണ്ടായിരുന്ന 8ഓളം വീടുകളുടെ ചുറ്റുമതിലും ആ വീട്ടുടമസ്ഥരുടെ സ്ഥലം ഉൾപ്പെടെ വിട്ടുകൊടുത്തുകൊണ്ടാണ് ആ ഒരു പാത അവർ നിർമ്മിച്ചെടുത്തുകൊണ്ട് ഈ ഒരു മേഖലയിലേക്ക് ആ കൊടിമരം എത്തിച്ചിരിക്കുന്നത്. വളരെ സന്തോഷം പകരുന്നൊരു കാഴ്ച തന്നെയാണിത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് 8ഓളം വീടുകൾ പരസ്പര സാഹോദര്യത്തോടു കൂടി സ്നേഹത്തോടു കൂടി താമസിക്കുന്ന ഇതര മതവിശ്വാസികളുണ്ട്. അവരൊക്കെ തന്നെ ആ ഉത്സവത്തിൻ്റെ വലിയ വിജയത്തിനു വേണ്ടി സ്ഥലം വിട്ടു നൽകി മതിൽ പൊളിക്കാൻ തയ്യാറായി അതിന് നിന്നുകൊടുത്തു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എനിക്കൊപ്പം അമ്പലത്തിൻ്റെ ഭാരവാഹികളുണ്ട്, നാട്ടുകാരുണ്ട്, മതിൽ പൊളിക്കുന്നതിന് വേണ്ടി സ്ഥലം വിട്ടു നൽകിയ ഇതര മതവിശ്വാസികളായിട്ടുള്ള സുഹൃത്തുക്കളൊക്കെ തന്നെയുണ്ട്. അതായത് കർണാടകയിൽ നിന്നാണ് കൊടിമരം കൊണ്ടുവരുന്നത്. അവിടെ നിന്നും ഇങ്ങോട്ടേക്ക് എത്തിക്കാൻ വലിയ പ്രയാസം നേരിട്ടിരുന്നു. പിന്നെ എങ്ങനെയാണ് സാധ്യമായത്? അതെ, നമ്മുടെ കർണാടകയിൽ നിന്ന് ദേവനഹള്ളി എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് കൊടിമരം കൊണ്ടുവന്നത്. അത് അയ്യന്തരം പരദേവത ക്ഷേത്ര. ഈ വാർത്ത ശരിക്കും നമുക്ക് സന്തോഷം തരുന്നതും ഒപ്പം ഒരു മാതൃകയും കൂടിയാണല്ലേ. ഈ രീതിയിലായിരിക്കണം നമ്മുടെ നാട്ടിലെ ജനങ്ങൾ പെരുമാറേണ്ടത് എന്നുള്ള ഒരു ഉദാഹരണം, ഒരു നല്ലൊരു എക്സാമ്പിള്. ശരിക്കും ഈ വാർത്ത കേൾക്കുമ്പോൾ സന്തോഷത്തെക്കാട്ടിലും കൂടുതൽ അഭിമാനമാണ് തോന്നുന്നത് അവിടെയുള്ള ആൾക്കാരെ കുറിച്ച് ഓർത്ത്. ആ ക്ഷേത്രത്തിന് ചുറ്റും ഇതര മതസ്ഥരായിട്ടുള്ള ആൾക്കാരാണ് കൂടുതലും താമസിക്കുന്നത്. അവരവിടെ സമ്മതിച്ചില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു കാര്യം ആ ഒരു ക്ഷേത്രത്തിൽ നടക്കില്ലായിരുന്നു. അവിടെ വഴക്കും ബഹളവും ഒക്കെ ഉണ്ടായേനെ. ഈ കൊടിമരം ഇതുവഴി കൊണ്ടുപോകാൻ സമ്മതിക്കത്തില്ല, ഞങ്ങളുടെ മതിൽ പൊളിച്ചു മാറ്റാൻ ഞങ്ങൾക്ക് പറ്റില്ല എന്നൊരു തീരുമാനം അവിടെയുള്ള ആൾക്കാർ എടുത്തിരുന്നെങ്കിലോ എന്തായിരിക്കും? അവിടെ വലിയ പ്രശ്നമാകും, തർക്കമാകും, വാക്കുതർക്കമാകും, അവസാനം വലിയ പോരടിയിലേക്ക് അത് കലാശിക്കും. പിന്നെ ആ നാടിൻ്റെ സമാധാനം ഇല്ലാതെയാകും. പക്ഷേ അവിടെ എല്ലാവരും കൂടി ഒത്തൊരുമിച്ച്, ഒരു ക്ഷേത്രത്തിന്റെ കാര്യമല്ലേ, ഒരു വിശ്വാസത്തിന്റെ കാര്യമല്ലേ, നമ്മൾ വേറെ വിശ്വാസങ്ങളായിരിക്കാം അനുഷ്ഠിക്കുന്നത്, പക്ഷേ എല്ലാവർക്കും അവരവരുടെ വിശ്വാസങ്ങൾ വലുതാണ് എന്നുള്ളൊരു ചിന്താഗതിയിലൂടെ അത്തരം ഒരു കാര്യം ചെയ്തതുകൊണ്ടാണ് ആ ക്ഷേത്രത്തിൽ അങ്ങനെ ഒരു കാര്യം നടന്നത്. ഇല്ലായിരുന്നുണ്ടെങ്കിൽ ഒരിക്കലും നടക്കില്ലായിരുന്നു, വലിയ പ്രശ്നമായേനെ. നമ്മുടെ നാട്ടിലെ ബാക്കിയുള്ള ആൾക്കാർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പോരടിക്കുകയും ബഹളം വെക്കുകയും തമ്മിത്തല്ലുകയും ഒക്കെ ചെയ്യുന്ന ആൾക്കാർ ഇത് കാണണം. ഇത് നടന്നത് മലപ്പുറത്താണ്. എല്ലാവരും ഏറ്റവും കൂടുതൽ ഒറ്റപ്പെടുത്തുകയും പഴി ചാരുകയും ചെയ്യുന്നൊരു ജില്ല മലപ്പുറം ജില്ലയാണ്. അതെന്തുകൊണ്ടാണ് ഞാൻ പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. അപ്പം അങ്ങനെ ഒരു ജില്ലയിൽ എല്ലാവരും പറയും, അവിടെ വലിയ പ്രശ്നങ്ങളാണ്, അവിടെ വലിയ വഴക്കുകളാണ്, അവിടെ മതസൗഹാർദ്ദമോ ഒന്നും തന്നെ ഇല്ല, തമ്മിത്തല്ലുകളാണ് കൂടുതൽ എന്നൊക്കെ പറഞ്ഞ് ഏറ്റവും കൂടുതൽ ഒറ്റപ്പെടുത്തുന്ന ഒരു ജില്ലയാണ് മലപ്പുറം ജില്ല. അത്തരം ഒരു ജില്ലയിൽ നിന്ന് മതസൗഹാർദ്ദത്തിന്റെ ഒരു നല്ല വാർത്ത കേൾക്കുമ്പോൾ അവരോടുള്ള അഭിമാനം കൂടുന്നേ ഉള്ളൂ, അവരോടുള്ള ആ ഒരു പ്രൗഡ് കൂടുന്നതേ ഉള്ളൂ. അപ്പം ഇത് എല്ലാവർക്കും മാതൃകയാക്കാവുന്ന ഒരു കാര്യമാണ്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇത്തരം സംഭവത്തിൽ വലിയ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്, വലിയ വലിയ വാക്കുതർക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അവസാനം പോലീസുകാർക്കും കോടതിക്കും വരെ അതിനകത്ത് ഇടപെടേണ്ടി വന്നിട്ടുണ്ട്.
അപ്പോൾ പരസ്പരം മറ്റുള്ളവരുടെ വിശ്വാസങ്ങളെ ബഹുമാനിക്കുകയും അവരുടെ വിശ്വാസങ്ങളെ ആദരിക്കുകയും ചെയ്യുന്ന ആൾക്കാർക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. പകരം എൻ്റെ വിശ്വാസം മാത്രമാണ് വലുത്, എൻ്റെ വിശ്വാസം മാത്രമാണ് സത്യം, മറ്റുള്ളവരുടെ വിശ്വാസം എല്ലാം കള്ളമാണ്, അവരൊക്കെ വെറുതെ എന്തൊക്കെയോ കാണിക്കുകയാണ് എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ പറ്റില്ല. അതാണ് നമ്മുടെ നാടിനും ആവശ്യം. നമ്മളൊരു വിശ്വാസമായിരിക്കും ഫോളോ ചെയ്തു പോകുന്നത്, അത് നമുക്ക് വിശ്വസിക്കാം. ആ ഒരു ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ നമുക്ക് ഫോളോ ചെയ്ത് മുന്നോട്ട് പോകാം. പക്ഷേ ആ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും മറ്റൊരു വിശ്വാസിക്ക് ദോഷമാകാൻ വേണ്ടി പാടില്ല. അതോടൊപ്പം തന്നെ മറ്റുള്ളവരുടെ വിശ്വാസത്തെ നമ്മൾ പോയി പ്രാർത്ഥിക്കുകയോ ഒന്നും ചെയ്തില്ലെങ്കിലും അവരെ ബഹുമാനിക്കുക. അത് അവരുടെ വിശ്വാസമല്ലേ എന്ന് കരുതുക. അങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സന്തോഷത്തോടു കൂടിയും സൗഹാർദ്ദത്തോടു കൂടിയും സ്നേഹത്തോടു കൂടിയും കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. മതങ്ങളുടെ ഇടയിലും ആചാരങ്ങളുടെ ഇടയിലും ഒക്കെ തന്നെ ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം. ഈ സൂപ്പർസ്റ്റീഷ്യസ് ആയിട്ടുള്ള കാര്യങ്ങളും അത്തരം കാര്യങ്ങളും ഒക്കെ വരും. അങ്ങനെ വരുമ്പോൾ ഒത്തൊരുമയോട് കൂടിയിട്ട് അതിനെ നേരിടണം. അല്ലാതെ എന്തെങ്കിലും ഒരു പ്രശ്നം കണ്ടു കഴിഞ്ഞാൽ, എന്തെങ്കിലും ഒരു വഴക്കുണ്ടായി കഴിഞ്ഞാൽ അത് ഏത് മതക്കാരാണ് ഉണ്ടാക്കിയത് എന്ന് പറഞ്ഞുകൊണ്ട് ആ മതസ്ഥരെ മുഴുവനായിട്ട് ഒറ്റപ്പെടുത്തുകയല്ല ചെയ്യേണ്ടത്. വഴക്കുകളും ബഹളങ്ങളും പ്രശ്നങ്ങളും ഒക്കെ എല്ലാവരുടെ ഇടയിലും ഉണ്ടായിരിക്കും. എല്ലാ സമുദായത്തിലും എല്ലാ സമൂഹത്തിലും ഉണ്ടായിരിക്കും. ആ പ്രശ്നങ്ങളെ ഒത്തൊരുമയോടുകൂടി നേരിടാൻ സാധിച്ചു കഴിഞ്ഞാൽ എല്ലാ പ്രശ്നങ്ങൾക്കും നല്ല രീതിയിലുള്ള പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. ഈ രീതിയിലാണ് നമ്മൾ പ്രശ്നം പരിഹരിക്കുന്നത് എന്നുണ്ടെങ്കിൽ, ഈ രീതിയിലാണ് മറ്റുള്ളവരെ നമ്മൾ നോക്കിക്കാണുന്നത് എന്നുണ്ടെങ്കിൽ, മറ്റുള്ളവരെ ബഹുമാനത്തോടുകൂടിയും സ്നേഹത്തോടുകൂടിയും നമുക്ക് നോക്കിക്കാണാൻ സാധിച്ചു കഴിഞ്ഞാൽ അവരുടെ വിശ്വാസങ്ങൾ ഒരു വിശ്വാസമാണല്ലോ എന്നുള്ളൊരു കൺസിഡറേഷനോടുകൂടി റെസ്പെക്റ്റോടുകൂടി നമുക്ക് നോക്കിക്കാണാൻ സാധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരിക്കില്ല. ഇപ്പോൾ അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന തമ്മിത്തല്ലലുകളും തർക്കങ്ങളും ഒക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. പക്ഷേ അങ്ങനെ എല്ലാവരും ശ്രമിക്കണം. എല്ലാവരും ആ രീതിയിൽ കൺസിഡർ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ.